നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ ഹെയർ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ്, ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ്, റോസ്മേരി. നിങ്ങളിൽ പലവരും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും അല്ലേ റോസ്മേരി. ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്, അതല്ലെങ്കിൽ ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എന്താണ് റോസ്മേരി, എന്തിനാണ് റോസ്മേരി യൂസ് ചെയ്യണത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ എന്തൊക്കെയാണ് റോസ്മേരിയുടെ പ്രോഡക്റ്റുകൾ, ഏതൊക്കെയാണ് നല്ല പ്രോഡക്റ്റുകൾ, ഇതിന് എന്തെങ്കിലും ഡീമെറിറ്റ്സ് ഉണ്ടോ, അങ്ങനെ പല പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെയാണ് ക്ലിയർ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റോസ്മേരി എന്താണെന്നുള്ളത് കേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റോസ്മേരി എന്താണെന്നുള്ളത് നോക്കാം. റോസ്മേരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. നല്ല മണമുള്ള ഒരു ഹെർബാണ്, നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെർബും കൂടിയിട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് റോസ്മേരി എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആവണേന്നുള്ളത് നോക്കാം. ഈ റോസ്മേരി റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്, അതുപോലെ തന്നെ അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു റോസ്മേരിയിൽ കർണോസിക് ആസിഡ് ഉണ്ട്, അത് നമ്മുടെ മിനോക്സിഡിൽ ആയിട്ടാണ് കമ്പയർ ചെയ്യണത്. മിനോക്സിഡിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ്. പക്ഷെ അതിന് ചെറിയ ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വിത്തൗട്ട് സൈഡ് എഫക്ട്സ് സെയിം ഈ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി. ഇത് റീസെൻറ്റ് സ്റ്റഡീസിൽ പ്രൂവൺ ആയിട്ടുള്ളതും കൂടിയിട്ടാണ്. ഇനി അടുത്ത നമുക്ക് റോസ്മേരിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റോസ്മേരി നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ കെയറിൽ ഹെൽത്ത് വൈസ് ഒരുപാട് വേറെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ ബ്യൂട്ടി രീതിയിലുള്ളതാണ്, സ്പെഷ്യലി ഹെയർ കെയറിനകത്താണ് പറയണത്. ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ പുതിയ മുടി കിളിർത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റോസ്മേരി വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ നിങ്ങളുടെ ഹെയർ ഒന്ന് ഫ്രിസ് ഫ്രീ ആക്കാനും ഒന്ന് മാനേജബിൾ ആക്കാനും ഓവറോൾ നല്ലൊരു ഹെൽത്തി ലുക്ക് നിങ്ങളുടെ മുടിക്ക് തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ, അഫ്കോഴ്സ് ഹെയർ വളരുമ്പോഴേക്കും ഹെയർ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ ഹെയർ ഫോളിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റോസ്മേരി ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് റോസ്മേരിയുടെ ഡ്രോബാക്ക് എന്താണെന്നുള്ളത് നോക്കാം. എല്ലാ പ്രോഡക്റ്റിനും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡ്രോബാക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു റോസ്മേരി നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി നിങ്ങൾ എസെൻഷ്യൽ ഓയിലിൻ്റെ ഫോമിലാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡ്രോപ്പ് ഓഫ് എസെൻഷ്യൽ ഓയിലൊക്കെ യൂസ് ചെയ്യണം. അതിൻ്റെ ആ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള പോലത്തെ എമൗണ്ടിലല്ല, ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ യൂസ് ചെയ്യണം. ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഡൈല്യൂട്ട് ചെയ്യാണ്ടൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് സെൻസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്, സ്കാൽപ്പ് ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴേക്കും വളരെ കുറച്ച് അളവിൽ വേണം യൂസ് ചെയ്യാൻ. എന്തും അധികമായിട്ടുണ്ടെങ്കിൽ വിഷമാകുമല്ലോ, മൃത്തും അങ്ങനെയല്ലേ പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് നോക്കി നിങ്ങളുടെ സ്കാൽപ്പിന് കറക്റ്റ് സൂട്ടബിൾ ആണോ എന്നുള്ളത് നോക്കി വേണം പോകാനായിട്ട്. പിന്നെ ഇത് എല്ലാ ഹെയർ ടൈപ്പ് ഉള്ള ആളുകൾക്കും യൂസ് ചെയ്യാം. എങ്കിൽ പോലും എക്സ്ട്രീംലി ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് നല്ല കാരിയർ ഓയിൽസുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം, വളരെ കുറച്ച് എടുത്തെടുത്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഓൾവേസ് പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹെയർ കളർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ റോസ്മേരിക്ക് ഹെയർ ബ്ലാക്ക് കളർ ആക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതായത് മുടി ഒന്ന് കറുപ്പ് കളറിലോട്ട് കൊണ്ടുവരും, അങ്ങനെയാണല്ലോ ഗ്രേയിങ് തടയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുടി ആ ഒരു ഹെയർ കളർ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കറൻ്റ്ലി ഉള്ള കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഹെയർ കളർ ചേഞ്ച് ആക്കാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ മാത്രം. ഓക്കെ, അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം എല്ലാം പ്രഗ്നൻ്റ് ടൈമിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് നിങ്ങളിപ്പോൾ റെഗുലർലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണെങ്കിൽ പോലും അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനകത്തും അതുപോലെയാണ്. പ്രഗ്നൻസി സേഫ് ആണോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, ഇപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് എല്ലാം യൂസ് ചെയ്യാമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് നോക്കിയിട്ട് ഇത്രയും ഡ്രോബാക്സ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് റോസ്മേരി ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. റോസ്മേരി നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ലീവ്സിൻ്റെ രീതിയിൽ. അതല്ല നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ
വീട്ടിലുള്ളതെന്ന് കുറച്ച് ഇലകൾ പറിച്ചെടുത്തിരുന്നാലും മതി. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കാരിയർ ഓയിൽസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എണ്ണ എടുക്കുക, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലീവ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കാരിയർ ഓയിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൽപ്പിന് ചേരുന്ന എണ്ണ എടുക്കാം. ഞാൻ എന്തൊക്കെ എണ്ണയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് പറയാം. ഞാൻ കോക്കനട്ട് ഓയിൽ എടുക്കും, പിന്നെ നല്ലെണ്ണ എടുക്കാറുണ്ട്, പിന്നെ ഞാൻ കാസ്റ്റർ ഓയിൽ എൻ്റെ ഇടയിൽ മിക്സ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ കോക്കനട്ട് ഓയിൽ എനിക്ക് മസ്റ്റാണ്. കോക്കനട്ട് ഓയിൽ ഇല്ലാണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എൻ്റെ മുടിക്ക് എനിക്ക് എൻ്റെ മണം എന്തെന്ത് എനിക്കതില്ലാതെ പറ്റില്ല. അപ്പോൾ അത് ഞാൻ എന്തായാലും കാരിയർ ഓയിലായിട്ട് ഒരു പകുതിയെങ്കിലും അതെടുക്കും. പിന്നീടാണ് ഞാൻ ഈ നല്ലെണ്ണയോ അതല്ലെങ്കിൽ ഞാൻ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യും, അതല്ലെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യും. അത് ഞാൻ മാറ്റി എൻ്റെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യും. ഇപ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കുമ്പോൾ എനിക്ക് മുടിക്ക് ഭയങ്കര ഒരു മോയ്സ്ചർ വേണം, ഇല്ലെങ്കിൽ ഭയങ്കര മുടിയിൽ എണ്ണ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നല്ലെണ്ണ ഇടും. ഇന്നിപ്പോൾ നല്ലെണ്ണ ഇട്ടേക്കണം, അതാണ് മുടി ഇങ്ങനെ കണ്ട നിറയെ എണ്ണ പിടിച്ചിരിക്കണില്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കണം നല്ലെണ്ണ ഇടുമ്പോഴാണ്. പക്ഷേ നമ്മുടെ മുടിക്ക് അത് ഹെൽത്ത് വൈസ് നല്ലതാണ്. എനിക്ക് അമ്മയൊക്കെ ഇങ്ങനെ പണ്ട് പറയണേ ഓർക്കുന്നുണ്ട്, നല്ലെണ്ണ ഇട്ടാണ് അവർ കുളിക്കാറുണ്ടായിരുന്നത്, തല നിറച്ച് നല്ലെണ്ണ ഇടുമെന്ന്. എനിക്ക് ഇടുമായിരുന്നു, പക്ഷേ എൻ്റെ മുടിയിൽ എണ്ണ അത് കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്ത്. വെളിച്ചെണ്ണ ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ലേ, നല്ലെണ്ണ കുറച്ചൊരു ലൈറ്റ് വെയിറ്റ് ഒക്കെ തന്നെ, പക്ഷേ തലയിൽ ഇടുമ്പോൾ നല്ല തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പാണ്. പക്ഷെ അതുകൊണ്ട് എൻ്റെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും കൂളിംഗ് ഓയിൽസാണ് ഹെയർ ഗ്രോത്തിന് നല്ലത്. കൂളിംഗ് ഓയിൽ നോക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ കൂളിംഗ് ആണ്, നല്ലെണ്ണ കൂളിംഗ് ഓയിലാണ്. പക്ഷേ കാസ്റ്റർ ഓയിലൊന്നും അത്ര കൂളിംഗ് ഓയിലല്ല, അതുകൊണ്ട് അത് നമ്മൾ കാരിയർ ഓയിലായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ വേറെ ഏതൊക്കെയോ ഓയിൽ, ഞാനിങ്ങനെ ഓയിൽസിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഇരുന്ന് പഠിക്കുന്ന ടൈമിൽ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ എണ്ണകൾ ഇങ്ങനെ നോക്കിയായിരുന്നു. അതിനകത്ത് കുറച്ച് ഹോട്ട് ഓയിൽസും കുറച്ച് കൂളിംഗ് ഓയിൽസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് കൂളിംഗ് ഓയിൽസ് സെലക്ട് ചെയ്യണത് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അപ്പോൾ എന്തെങ്കിലും കാരിയർ ഓയിൽസ് എടുക്കുക, അതിനകത്ത് ഓയിലൊന്ന് ചെറുതായിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക. അതിൽ ഈ ലീവ്സും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലീവ്സ് ഒന്ന് ഡൈല്യൂട്ട് ആകും, അതപ്പോൾ ഈ ഓയിലോട്ടാകും. ഒരുപാട് ഇടണ്ട, വളരെ കുറച്ച്, ഒരു പിടി ഇങ്ങനെ അങ്ങനെ കുറച്ച് മാത്രം എടുത്തിട്ടിരുന്നാൽ മതി. ആദ്യമേ നിങ്ങൾ കുറച്ചിട്ട് നോക്കുക, എന്നിട്ട് പിന്നെ നിങ്ങളുടെ സ്കാൽപ്പിന് അത് സ്യൂട്ടബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വേ നിങ്ങൾക്ക് അങ്ങനെ കാരിയർ ഓയിലായിട്ട് യൂസ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ലീവ്സ് ഉണ്ടെങ്കിൽ. ഇനി ലീവ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോൾഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഉണ്ട്, അത് അടിപൊളിയാണ്. ഞാൻ അതാട്ടോ യൂസ് ചെയ്യണം. എൻ്റെ അതൊരു ഫുൾ ബോട്ടിൽ തീർന്നു, ഞാൻ നെക്സ്റ്റ് ഓർഡർ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മാമാർത്തിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഉണ്ട്, അതിനേൽ ഇച്ചിരി ബെറ്റർ എനിക്ക് സോൾഫ്ലവറിൻ്റെ ആണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഈ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ 1-2 ഡ്രോപ്പ് ഈ കാരിയർ ഓയിൽസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നോർമൽ നമ്മുടെ ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിയുടെ ലാസ്റ്റ് റിൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് കുറച്ച് വെള്ളം എടുക്കുക, വെള്ളത്തിലോട്ട് കുറച്ചൊരു പിടിയോ കുറച്ചെങ്ങാനും ഈ ഒരു ലീവ്സ് ആഡ് ചെയ്യുക. ലീവ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടൊന്ന് ബോയിലാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് മുടി കഴുകാൻ റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ഈ റോസ്മേരി നമ്മുടെ ഹെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ രീതി, നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തല്ലേ യൂസ് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഷാമ്പു കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ എടുത്ത് മിക്സ് ചെയ്ത് പതപ്പിച്ചിട്ട് പത വെച്ചിട്ട് വേണം സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ കൂടെ 1-2 ഡ്രോപ്പ് ഈ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഇങ്ങനെ ലീവ്സ് ഇങ്ങനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ലീവ്സ് ഇട്ടിട്ടാണെങ്കിലും ഹെയറിൽ ഷാമ്പു രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ റോസ്മേരി ടോണറായിട്ട് യൂസ് ചെയ്യാം. അതായത് കുറച്ച് വെള്ളം എടുക്കുക, വെള്ളത്തിനകത്തോട്ട് റോസ്മേരി ഇട്ട് നല്ലോണം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അത് അരിച്ചെടുക്കുക. ലീവ്സ് ഒന്നും ഇല്ലാണ്ട്, ലീവ്സ് എല്ലാം നിങ്ങൾ എസെൻഷ്യൽ ഓയിലാണ് ഇടണമെങ്കിൽ അത് 2-3 ഡ്രോപ്പ് ഇടുക. എന്നിട്ട് അതിങ്ങനെ ഒരു ബോട്ടിലോട്ട് ഒഴിച്ച് വെക്കുക. ബോട്ടിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. വെളിയിൽ വെച്ചാൽ വെള്ളം ചിലപ്പെങ്കിൽ മോശമായി പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് 2 ആഴ്ചയോളം യൂസ് ചെയ്യുക. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഫില്ല് ചെയ്യുക. ഇത് നല്ലോണം മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഈ റോസ്മേരി ഏത് രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ സ്കാൽപ്പ് ഇങ്ങനെ ഒന്ന് തുറക്കുക. എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുക. കിടക്കണതിന് മുമ്പ് ഒരു 20 or 31 hour ഒക്കെ മുമ്പായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക. എനിക്ക് നടുവേദന എടുക്കണം. ഞാൻ രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യണതാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ? അത് നിറയെ യൂസ്ഫുൾ വീഡിയോസ്. ഇത് നിങ്ങൾ കാണുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ലോങ് വീഡിയോസിനൊക്കെ ഭയങ്കര വ്യൂസ് കാണുമല്ലേ. പക്ഷെ എന്നാലും കിടന്ന് കയറും കേട്ടോ. കാരണം ഇപ്പം എനിക്ക് വീഡിയോ ഇടുമ്പോൾ വ്യൂസ് ഇല്ലെങ്കിൽ പോലും ഒരു മാസമൊക്കെ അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിയുമ്പോൾ ഇത് സെർച്ച് ചെയ്ത ആളുകൾ കാണും. കാരണം എപ്പോഴും യൂസ്ഫുൾ അല്ലേ, ആളുകൾക്കിത് ഉപകാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഉപകാരമുള്ള കുറേ വീഡിയോസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് ചെയ്യണത്. അതായത് കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ എടുത്ത് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത്.
ഇങ്ങനെ ഹോൾ വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് അത്ര എഫേർട്ട് ഇല്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് സാധനങ്ങൾ കാണിക്കുക. അതിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പിറകിൽ പഠിച്ച് എനിക്ക് തന്നെ ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുക. അപ്പോൾ എന്നോട് ആരെങ്കിലും ഒരാൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഏത് ഉറക്കത്തിലാണെങ്കിലും ഞാൻ എണീറ്റപ്പോൾ പറയും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാതെ, അത്രയും എൻ്റെ തലയിൽ അത് രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു 1 hour മുമ്പായിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ 1 hour മുമ്പ് ചെയ്യാൻ പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കാൻ നേരം മുടി നനഞ്ഞിട്ടുള്ള മുടി വെച്ച് നിങ്ങൾ കിടക്കുകയും ചെയ്യരുത്. കാരണം അതിൽ കായ വരാനും മുടിക്കൊരു ബാഡ് ആയിട്ടുള്ള സ്മെല്ല് വരാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് അത്ര നന്നല്ല, ഒരു നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിനെ ഇംബാലൻസ് ആകും. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂർ മുമ്പെങ്കിലും ഇത് ചെയ്ത് മുടി ഡ്രൈ ആയതിനു ശേഷം വേണം കിടന്നുറങ്ങാൻ. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഹെയറിൽ മാസ്ക് ഇടില്ലേ, എഗ് മാസ്കോ അതല്ലെങ്കിൽ വേറെ കടയിൽ നിന്ന് മേടിച്ച മാസ്കിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ട കേട്ടോ. കാരണം അതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് വലിയ ധാരണ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന മാസ്കുകൾ ഏത് മാസ്കുകളാണെന്നുണ്ടെങ്കിലും അതിനകത്ത് 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതികളിലൊക്കെയാണ് നമുക്ക് റോസ്മേരി നമ്മുടെ ഹെയർ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ രീതിയിൽ ഹെയർ കെയറിൽ റോസ്മേരി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ ഏത് രീതിയിലാണ് യൂസ് ചെയ്യണമെന്നുള്ളതും പറയാം. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡ്രോബാക്സോ നെഗറ്റീവ് എഫക്റ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഇനി അടുത്തത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയണത്. ഹെയറിൽ ഞാൻ റോസ്മേരി യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഒരു 4 to 5 months എങ്കിലും ആയിട്ട് ഞാൻ റോസ്മേരി യൂസ് ചെയ്യാറുണ്ട്. കണ്ടിന്യൂസ്ലി അല്ല, ഞാൻ ഹെയർ വാഷ് ചെയ്യണ സമയത്തൊക്കെ ഓക്കെ, എല്ലാ ദിവസം ഞാൻ വാഷ് ചെയ്യാറില്ല. ഒരു ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും വാഷ് ചെയ്യാറുണ്ട്. ആ വാഷ് ചെയ്യുന്ന ടൈമിലൊക്കെ ഞാൻ എൻ്റെ കാരിയർ ഓയിൽസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഞാൻ റോസ്മേരി എസെൻഷ്യൽ ഓയിലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ടോണർ ഐറ്റം യൂസ് ചെയ്യാറുണ്ട്. റിൻസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഓരോ തവണ ഉണ്ടാക്കി ഞാൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെനിക്ക് ഞാൻ മടിച്ചിക്കോതെ ആയതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ടോണർ യൂസ് ചെയ്യാറുണ്ട്. അതും എനിക്ക് തോന്നുന്ന സമയത്ത് ഏറ്റവും റെഗുലർലി ഞാൻ കാരിയർ ഓയിൽസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായ എന്താ വെച്ചാൽ എൻ്റെ മുടി നല്ലോണം കിളിർത്തു. അതെനിക്ക് മനസ്സിലാവണം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഭാഗത്തും ഈ ഇങ്ങനെ എനിക്ക് ഏതോ ഒരു സൈഡിൽ ഇപ്പോൾ പക്ഷേ എനിക്ക് കണ്ടത് അറിയാൻ പറ്റാതെ പോലെ തന്നെ മുടി വളർന്നിട്ടുണ്ട്. ഏതോ ഒരു വശത്ത് എനിക്ക് മുടി കുറവാണ്. എനിക്ക് തോന്നുന്നു ഈ വശത്താണെന്ന് തോന്നുന്നു. ഈ വശത്ത് എനിക്ക് മുടി കുറവാണ്, കാരണം ഇങ്ങനെ ഞാൻ വകച്ചിലിടുന്നതുകൊണ്ട് എനിക്ക് ഈ സൈഡിൽ കുറവാണ്. അങ്ങനെ ഞാൻ ഓർത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഈ സൈഡിൽ എനിക്ക് നല്ലോണം മുടി കിളിർക്കാനായിട്ട് തുടങ്ങി, കുറേ ബേബി ഹെയർസ് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കണത്. ആക്ച്വലി ഞാൻ ഈ ഹെയർ കെയർ ഞാനിത് മുമ്പത്തെ ഏതോ ഒരു ഹെയർ കെയർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കാണുന്ന ഏതെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് അങ്ങോട്ട് പറയാണ്, ഞാനിത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇൻറ്റൻഷനലി ഉപയോഗിച്ചതല്ല, ജസ്റ്റ് ഇങ്ങനെ എൻ്റെ ഇത് എവിടെ നിന്നോ PR ആയിട്ട് എന്തോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ് ഈ സോൾഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും എനിക്കൊരു എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണം, കുറച്ചൊരു മണമുള്ള ഓയിൽ. ഓക്കെ, മണമുള്ള ഓയിൽ ആഡ് ചെയ്യാൻ കാരണം ഞാൻ ആമസോണിൽ നിന്ന് ഒരു ബ്ലാക്ക് കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാസ്റ്റർ ഓയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഹെയർ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടപ്പോഴേക്കും മേടിച്ചത് ജുമൈക്കൻ കാസ്റ്റർ ഓയിൽ. അതിൻ്റെ മണം ഒരു മണമാണ്. മണം എന്ന് പറഞ്ഞാൽ പുകലില്ലേ, നമ്മുടെ പുകല ഇങ്ങനെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മണമാണ്. അപ്പോൾ അതെനിക്ക് ഒട്ടും പറ്റണില്ല മുടിയിലിടാൻ. അപ്പോൾ ഞാൻ ആ ഒരു മണം ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ആഡ് ചെയ്ത് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ എണ്ണ ഇടുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ പുതിയ മുടി കിളിർത്ത് വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഈ റോസ്മേരിയുടെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കാര്യം 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യണം നിർത്തി. കാരണം അത് ഭയങ്കര തിക്കാണ്. ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഭയങ്കര തിക്കായതുകൊണ്ട് എനിക്ക് തലയിലിടുമ്പോൾ ആ ഒരു ഫീല് വരണില്ല. എനിക്ക് ലൈറ്റാണ്, എൻ്റെ മുടി ഓൾറെഡി കുറച്ച് കേളി തിക്കായിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തലയിലിട്ട് മസാജ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണെങ്കിലാണ് എനിക്ക് മൊത്തത്തിൽ മസാജ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുടി ഇങ്ങനെ പൊട്ടിപ്പോണ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഞാൻ ഈ കാസ്റ്റർ ഓയിൽ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ബോട്ടിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ ഒരു കരപര കാരണം ആ ഒരു ബോട്ടിൽ ഞാൻ ഒറ്റ തവണ കൊണ്ട് അല്ലെങ്കിൽ 2 തവണ കൊണ്ട് എൻ്റെ ഒരു ബോട്ടിൽ തീരും. അപ്പോൾ രണ്ടാമത് ഞാൻ പിന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ മണം, ഈ റോസ്മേരിയുടെ മണം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ റോസ്മേരി ഇടുമ്പോൾ മുടി നല്ലോണം കിളിർക്കുന്നുണ്ട്, പുതിയ മുടി കിളിർക്കുന്നുണ്ടെന്നും മുടിക്ക് നീളം വയ്ക്കുന്നുണ്ടെന്നും ഞാനിവിടെ തെളിവിനായിട്ട് ഇടാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് കുറച്ചും കൂടി മുടിക്ക് നീളം വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് വെച്ചതൊരു 2-3 മാസം മുമ്പാണ് ഈ ഫോട്ടോ എടുത്ത് വെച്ചത്. ഇപ്പം എനിക്ക് കുറച്ചും കൂടി നീളം വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നല്ലോണം മുടിക്ക് നീളം വയ്ക്കുന്നുണ്ടെന്നുള്ള സത്യവും അതുപോലെ മുടി കിളിർക്കുന്നുണ്ടെന്നുള്ളതും, ഡാൻഡ്രഫ് കുറയുന്നുണ്ട്, ഗ്രേയിങ്ങും കുറയുന്നുണ്ട്. കാരണം എനിക്കിവിടെ 2-3 മുടി അടുപ്പിച്ച് ഗ്രേ വന്നത്, ഒരു മുടി എനിക്കിവിടെ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ മുടി എങ്ങനെയോ പ്ലക്കായിപ്പോയി. ഞാൻ പ്ലക്ക് ചെയ്തതല്ല, പക്ഷെ എന്തോ ചെയ്തപ്പോൾ ഞാൻ കണ്ടത് പോകുന്നത്. അതെൻ്റെ മനസ്സിൻ്റെയോ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
ഒരു ആഴ്ചയോ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് 4 മുടി നരച്ചിങ്ങനെ വന്നേക്കണു അടുപ്പിച്ച്. ഈ ഒരു ലൈനിൽ തന്നെ 1 2 3 അങ്ങനെ നരച്ചിട്ടുള്ള മുടി വന്നേക്കണു. പക്ഷേ ഞാനിതിങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ മുടി ആ വൈറ്റ് കളറായിരുന്ന മുടിയുടെ പകുതി ഹെയർ ബ്ലാക്ക് കളറായി. എന്നോടിങ്ങനെ അന്നക്കുട്ടി ഇങ്ങനെ പറയായിരുന്നു കേട്ടോ, എന്തോ ഒരു ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്ക ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്യുകയാണ്, നെല്ലിക്ക അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഹെയറിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. മുടി ഇങ്ങനെ റിവേഴ്സ് ആവും. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ, നമുക്ക് ഹെയർ ഗ്രോത്ത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. പക്ഷേ മുടി ഇങ്ങനെ കറുപ്പ് കളറിൽ കിളിർത്ത് വരും, പകുതി വെള്ളയും പകുതി കറുപ്പുമായിട്ട്. അപ്പോൾ അങ്ങനെ വരും, എന്നോട് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയല്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. പക്ഷെ പറ്റും, എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അതും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വർക്ക് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് പയ്യൻ ഇൻക്ലൂഡ് ചെയ്ത് നോക്ക്. എനിക്കെന്തായാലും നല്ല യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും നാൾ കൊണ്ട് വന്നത്. ഇനി കുറേ നാൾ കഴിഞ്ഞ് എന്തെങ്കിലും ഡീമെറിറ്റ്സ് ഉണ്ടാവുമോ എന്നുള്ള, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ വരെ ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് റോസ്മേരി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് റോസ്മേരി പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ. ഈ ഒരു സോൾഫ്ലവറിൻ്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അടിപൊളിയായിട്ടുള്ള റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഷാംപൂ ഫോമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാമാഅർത്തിൻ്റെ റോസ്മേരി ഷാംപൂ നല്ലതാണ്. മാമാഅർത്തിൻ്റെ തന്നെ റോസ്മേരി ഓയിൽ നല്ലതാണ്. എനിക്കൊന്ന് ഷാംപൂവിനേലും കുറച്ചും കൂടി ഓയിൽ നല്ലതായിരിക്കും. പിന്നെ ഷാംപൂസ് ഞാൻ ഒരുപാട് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഏതാണ് നല്ലത്, ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാച്ചോ ഒരു ഗ്രൂപ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടാണ് റെക്കമെൻഡ് ചെയ്യുക. വേറൊരു ഗ്രൂപ്പ് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടാണ്. ഞാൻ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ട് പഠിക്കാറുണ്ട്. ഞാൻ മുമ്പ് ഒരു കോഴ്സ് എടുത്തപ്പോൾ അതിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നല്ലത് എന്നൊക്കെ ഉള്ളത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കാറുണ്ട്. പക്ഷേ അങ്ങനെ നോക്കാനുള്ള റോസ്മേരി പ്രോഡക്ട്സും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കറൻ്റ്ലി അത്രയും ഒരുപാട് അവൈലബിൾ അല്ല. പക്ഷെ എനിക്ക് തോന്നണത് ഭാവിയിലോട്ട് ഒരുപാട് റോസ്മേരി പ്രോഡക്റ്റുകൾ വരും, ഇല്ലെങ്കിൽ വരട്ടെ. ഇപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഈ മാമാഅർത്തിൻ്റെ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാമാഅർത്തിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി. ഷാമ്പൂവിനേക്കാളും എനിക്ക് ഓയിൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഓയിൽ ഫുള്ളായിട്ട് തീരുകയും ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഷാമ്പൂ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ തന്നെ കണ്ടീഷണറും ഒക്കെ ഉണ്ട്. കൂടുതലായിട്ടും ഈ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് മേടിക്കാനായിട്ട് പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ വേറെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സൂപ്പർ ലോങ് വീഡിയോ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനല്ല, താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ. ഇപ്പോൾ രാത്രി ഷൂട്ട് ചെയ്യാനുണ്ട്, ഇത്തിരി ഉറക്കപ്പിച്ചില്ല, അതുകൊണ്ട് എന്തൊക്കെ പറയണം എനിക്ക് തന്നെ ഇതില്ല. അപ്പോൾ ബൈ.